അങ്ങനെ രാവിലെ പോയി ജോലിയൊന്നുമില്ല, റോഡിലേക്ക് അതൊരു കോള് വന്നു. അപ്സ്റ്റെയർ 3ാം നിലേൻ്റെ അവിടെ നിന്ന് ഫ്ലോറിൽ നിന്ന് വെള്ളം ലീക്കെന്ന് പറഞ്ഞു. നേരെ പോയി നോക്കി. അപ്പോൾ ഒരു പൈപ്പ് കിട്ടും. അപ്പോൾ റോപ്പിട്ട് നേരെ ആശാൻ അങ്ങോട്ട് ഇറങ്ങി നോക്കൂ എന്താ സംഭവം. നോക്കിയപ്പോൾ എന്തുവാ, പൈപ്പ് അവിടെ പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. വേരിയേറി പൊട്ടിയ പൈപ്പാണ്. അത് പോട്ടേന്ന് വെച്ച് ലാസ്റ്റ് ആ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞ് അവിടുത്തെ പൊട്ടിയ പൈപ്പും റെഡിയാക്കി ആ മരമൊക്കെ വെട്ടി ക്ലീനാക്കി തരാമെന്ന് പറഞ്ഞ്. അങ്ങനെ പറഞ്ഞപ്പം വീട്ടുകാർ സമ്മതിച്ചു. ഓക്കെ, എന്തായാലും റിസ്ക് പണിയല്ലേ, ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ കയറി എല്ലാം വെട്ടി റെഡിയാക്കി. ആദ്യം ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് റെഡിയാക്കി. നേരെ 2ാമത്തെ ഫ്ലോറിലേക്ക് ഇറങ്ങി അവിടത്തെ റെഡിയാക്കി ക്ലീനാക്കി. ഫുള്ള് പുല്ലൊക്കെ വെട്ടി റെഡിയാക്കി, പൈപ്പും റെഡിയാക്കി. ലാസ്റ്റ് ആസിഡ് മേടിച്ച് ഒഴിച്ച് ക്ലീനാക്കിയ ശേഷം ഫുള്ള്, അതായത് 2nd ഫ്ലോറിൽ ഒഴിച്ച് 3rd ഫ്ലോറിൽ ഒഴിച്ച് 4ാമത്തെ ഫ്ലോറിലും ഫുൾ ആസിഡ് ഒഴിച്ച്. അത് ചെറിയൊരു പാരപ്പറ്റേ ഉള്ളൂ, അവിടെ നിന്ന് വേണം നമുക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇപ്പോൾ ഈ ആസിഡ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ അത് വളരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ചെയ്യുന്നത്. ഈ വള്ളിയും മരവും എല്ലാമാണ്, ഒരുപാട് നിൽക്കുന്ന സ്ഥലമല്ലേ. അപ്പം ഇതുപോലെ ആസിഡ് ഒഴിച്ചാൽ പിന്നെ ഒരു കുഴപ്പമില്ല, പിന്നെ വളരത്തില്ല. കുറേ നാളത്തേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കണ്ട. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ മേളിൽ കയറി റോപ്പിട്ട് ആശാൻ വലിഞ്ഞ് കയറിയിട്ട് ഇതാണ് നോക്കിയേ, 3rd ഫ്ലോറും ചെയ്ത് 4th ഫ്ലോറും ചെയ്ത്. അത് 2 ക്ലീൻ ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, എല്ലാം സെറ്റായി. ഇതാണ് റഹീം ആശാൻ. അപ്പോൾ ഒരു പണി, ഇങ്ങനെയുള്ള റിസ്ക്കുള്ള പണികളും ആരും ചെയ്യാത്ത പണിയെല്ലാം ഉണ്ടെങ്കിൽ വിളിക്കുക, ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി.